കൺഫ്യൂഷൻ ആവും. കാരണം എന്താ, മുട്ടായി പെട്ടെന്ന് കിട്ടുന്നുള്ള ആർത്തിയായിരുന്നോ, അതല്ലെങ്കിൽ ജയിക്കണം എന്നുള്ളൊരു വളരെ സ്റ്റഡി ആയിട്ട് ഇരിക്കുക. ഇനിയൊരു വേറൊരു മൈൻഡ് ഇപ്പം എന്ത് ചെയ്യണ്ട, നമ്മളെ ഉള്ളിലേക്ക് കൊടുക്കണ്ട. 5 മണി വരെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഇടയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഹാപ്പി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോപ്പ്. ഇപ്പം എവിടെയാണോ അവിടെ നിൽക്കുക നിങ്ങൾ. അടുത്ത എന്താ വെച്ചാൽ, നടക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കി ഇങ്ങനെ ചിരിച്ചിട്ട് നടക്കുക. വാട്ട്സ് യുവർ ഫീലിംഗ് നൗ? ഹാപ്പി? So be here, be happy, ready to move the sessions, right? So next I want to say the 3 sentences. ഏതൊരു ഇതിലേക്ക് കിടക്കുമ്പോഴും പ്രസൻറ്റിൽ നമ്മളൊരു സ്റ്റേജ് എന്താണെന്ന് നമ്മൾ അറിയണം. സോ പ്രസൻറ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ it's about your personal or it's about your professional. 2 രീതിയിലും ആവാം. ഒന്ന് പ്രസൻറ്റ് സ്റ്റേജ് ആണ്, രണ്ടാമത്തത് ആക്ഷൻ ഓറിയൻറ്റഡ് സ്റ്റേജ് ആണ്, മൂന്നാമത്തത് ഡൊമിനേറ്റിംഗ് സ്റ്റേജ് ആണ്. ഈ 3 സ്റ്റേജുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് ഇന്ന് പ്രസൻറ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ, ഇന്നിപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ്. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇതിലൂടെയാണ്, സോഷ്യൽ മീഡിയയാണ്. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആളുകൾ അറിയണമെങ്കിൽ എന്ത് വേണം, ആ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ആളുകളിലേക്ക് എത്തണം. സാധാരണയായിട്ട് വീട്ടിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഷോപ്പിലേക്ക് വന്ന് നോക്കിയിട്ട് എല്ലാ ആളുകൾ തീരുമാനിക്കുക. ബിഫോർ ദേ കം ടു ദ ഷോറൂം ദേ വിൽ ഡിസൈഡ് വെദർ ഐ ഷുഡ് ഗോ ദെയർ ഓർ നോട്ട്. നമുക്ക് സാധാരണ ഉള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ റെഫറൻസ് വഴിയുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവാം. അത് ഒരു പക്ഷേ നമ്മളെ പരിചയം കൊണ്ടൊക്കെ തേടി വരാം. പക്ഷെ പുതിയ ആളുകൾ നമ്മുടെ ഷോറൂമിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം, ഇന്നത്തെ ആ ഒരു പ്രസൻറ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ടെക്നോളജിയിൽ, പ്രത്യേകിച്ചും ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റഗ്രാം ആവട്ടെ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആവട്ടെ, നമ്മുടെ വെബ്സൈറ്റ് ആവട്ടെ, ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ട്രെയിനിങ് മേഖലയിൽ 10-20 വർഷമായി. ഞാൻ എന്നെ പറ്റി സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, കൃത്യമായിട്ട് ഈ ഒരു മാറ്റത്തിന് ഞാൻ എന്ത് ചെയ്തില്ല, നേരത്തെ ചെയ്ത് തുടങ്ങിയില്ല എന്നുള്ള. ഇപ്പം ഇന്ന് നിങ്ങൾക്കറിയാം, ഇന്ന് ക്യാമറ ഫോട്ടോഗ്രാഫർ ഉണ്ട് കൂടെ, എപ്പോഴും ഏത് ട്രെയിനിങ്ങിലാണെങ്കിലും കൂടെ ആളുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ, സോ ഐ സ്റ്റാർട്ടഡ് ദാറ്റ് പ്രോസസ്. അപ്പോൾ ഏതൊരു കമ്പനി എടുത്ത് നോക്കുക, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റിംഗ് തന്നെയാണ്. മാർക്കറ്റിങ്ങിൽ നിലവിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറാൻ റെഡി അല്ലെങ്കിൽ ഒരു കാരണവശാലും ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അപ്പോൾ ഈ പ്രസൻറ്റിൽ നമ്മുടെ ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റഗ്രാം ആവട്ടെ, സെയിൽസ് ആവട്ടെ, ഇതൊക്കെ ഇപ്പം പ്രസൻറ്റ് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്? ഒരു ആക്ച്വൽ സ്റ്റേജിലാണോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ആക്റ്റീവ് ഓറിയൻറ്റഡ് ആണോ? അതായത് നന്നായിട്ട് നീ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. അതിലും അപ്പുറത്തേക്കുള്ള സ്റ്റേജാണ് ഇത് ഡൊമിനേറ്റിംഗ് എന്ന് പറയുന്നത്. അൺപ്രഡിക്റ്റബിൾ ആണ്. അത് അത്രയും അങ്ങേയറ്റം ചെയ്തിട്ടുണ്ട്, അത് ഗ്രോ ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ ദാറ്റ്. അത് എവിടെയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്? ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതായത് ഇപ്പം ഞാനിവിടെ വന്ന് ഞാൻ ചോദിച്ചല്ലോ ഇൻസ്റ്റഗ്രാം. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ഇൻസ്റ്റഗ്രാം അത് കുറ്റപ്പെടുത്തല്ലേട്ടോ ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെപ്പറ്റി എന്തായാലും അവെയർ അല്ല. അതിന് ആർക്കും കൂടി ഉത്തരവാദിത്തമുണ്ട്. മാർക്കറ്റിംഗ് ടീമിന് അതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കമ്പനിയുടെ ഇപ്പം പല കമ്പനികൾക്കും എന്തുണ്ട്, L&D ഡെവലപ്മെൻറ്റ്, അതായത് അല്ലെങ്കിൽ R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ഉണ്ടാവും. അപ്പോൾ ഓരോ സിസ്റ്റം പ്രകാരമാണ് ഇതൊക്കെ എന്ത് ചെയ്യാൻ മുന്നോട്ട് പോവുക. അപ്പം ഇന്നത്തെ ഒരു കാലത്ത് ഒരു പുതിയ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ എടുത്ത് നമ്മൾ ഇൻസ്റ്റയിൽ ഇതിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾ അറിയുള്ളൂ, സദേനിൽ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ബാത്റൂമിലേക്ക് വെക്കാം, അല്ലെങ്കിൽ പുതിയൊരു കളർ കോമ്പിനേഷൻ ടൈൽസ് വന്നിട്ടുണ്ട്, സോ ദാറ്റ് വി ക്യാൻ ഫിക്സ് ഇൻ അവർ വാഷ്റൂം ഓർ സിറ്റ് ഔട്ട്. ഇങ്ങനെ ആളുകളുടെ ഉള്ളിലേക്ക് തോട്ട് വരണമെങ്കിൽ എന്ത് വേണം? നിരന്തരമായിട്ടുള്ള അപ്ഡേഷൻസ് എന്തിൽ നടക്കണം. കാരണം ഞാനത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തുടക്കത്തിലേ ഞാനത് പറയാൻ കാരണം. അപ്പോൾ ഇത് നമ്മൾ ചെയ്തു തുടങ്ങണം. അപ്പോൾ എനിക്കറിയാതെ ചെയ്യണം എന്നുള്ളത്, പക്ഷെ ഞാനതിൽ വളരെ ബാക്ക്വേർഡായി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ചെയ്യണം എന്നുള്ളത്. ദെൻ വൈ വി ആർ ലാഗിങ്? ഇന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ലാഗ് ചെയ്യുന്നത്? അത് കണ്ടെത്തി അതിന് നമ്മൾ എന്ത് ചെയ്യണം? സൊല്യൂഷൻ കാണാമെന്നുള്ള. കാരണം പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അതിനെ ആളുകളിലേക്ക് എത്തിക്കുന്നതും ആളുകൾക്ക് അതിലൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുന്നതിലും നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് നമ്മൾ വില്ലിങ് ആയിട്ടുണ്ടോ? ആ പ്രോസസ്സ് നടക്കുന്നുണ്ടോ? നമ്മുടെ എല്ലാവരും ഇൻസ്റ്റ ത്രൂ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ അത് പോകുന്നുണ്ടോ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യാണ്.
ആ കമ്പനിയിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. വെറുതെ ഒരു സെയിൽസ്മാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓണേഴ്സ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓണർഷിപ്പ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു പ്രൊഫഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ ത്രൂ എന്ത് ചെയ്യണം, നമ്മുടെ നെറ്റ്വർക്കിലേക്കൊക്കെ എന്ത് ചെയ്യണം, ഇത് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ എത്തിക്കുന്നുണ്ടാവാം, പക്ഷെ അതിൻ്റെ ഒരു ലെവല്, ആ സ്റ്റേജ്, ഞാൻ പറഞ്ഞത് ഏതിൽ നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പം ഞാൻ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം ഏതിലാണ് നിൽക്കുന്നത്. പ്രസൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ബിഗിനിങ് സ്റ്റേജാണ്. അടുത്ത സ്റ്റേജിലേക്ക് പോകണ്ടേ, മാറ്റങ്ങൾ ഉണ്ടാവണ്ടേ, ബിസിനസ് കൂടണ്ടേ, നമ്മുടെ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ കൂട്ടണ്ടേ, പുതിയൊരു വണ്ടി വാങ്ങിക്കണ്ടേ, ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണ്ടേ, ഒരുപാട് ആഗ്രഹങ്ങളില്ലേ നിങ്ങൾക്ക്, ഉണ്ടാവില്ലേ? നല്ല ഫുഡ് കഴിക്കണ്ടേ? ഓക്കെ, ഇങ്ങനൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്താവുള്ളൂ ചില കാര്യങ്ങൾ. ഇപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. സോ ഇഫ് യു വാണ്ട് ടു ഡു സംതിങ്, യു ഹാവ് ടു ഡു സംതിങ് ഡിഫറെൻ്റ്ലി. ഞാൻ എടുത്തിട്ടുള്ള ഒബ്ജക്റ്റ് വാച്ചാണ്. വാച്ച് എന്ന് പറയുമ്പോൾ ഞാനത് എടുക്കാണ്ടായ കാരണം എന്താ വെച്ചാൽ, ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തിനാണ്? സമയത്തിനാണ് എന്നുള്ളതാണ് ഒരു ഉദാഹരണം. ഇതേപോലെ ഇപ്പം നിങ്ങൾ ഇപ്പം ഒരു ലൈറ്റാണ് എങ്കിൽ എന്ത് ചെയ്യുക, ലൈറ്റിനെ പറ്റി പറയാം. അതല്ലെങ്കിൽ പെന്നാണെങ്കിൽ പെന്നിനെ പറ്റിയിട്ട് പറയാം. ബുക്കാണെങ്കിൽ ബുക്കിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, പറയാം. ഓക്കെ, ഒബ്ജക്റ്റ് കുറേ സാധനങ്ങളില്ലേ. ഒരു പൂവാണ്, ഒരു റോസ് ഫ്ലവർ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ ഫ്ലവറിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാം, പറയാം. സോ ദിസ് വേ യു വിൽ ഹാവ് ടു സേ സംതിങ്. ഓക്കെ, ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഒരു പെരുമാറ്റവും അതുപോലെ ഡ്രസ് കോഡും ഒക്കെ വെച്ചിട്ടാണ് അവർ നമ്മളെ പ്രകാരം ബിസിനസ് വരാറുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പേര് അബ്ദുൽ ജലീൽ, വീട് ചേലക്കടവത്താണ്. ഏകദേശം 30 വർഷത്തിന് മേലായിട്ട് സദറിൻ്റെ ഭാഗമാണ്. 2 കുട്ടികളാണ് ഉള്ളത്. ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന്. ഞായറാഴ്ച ആയിട്ട് പോലും നമ്മൾ സൺഡേ എല്ലാവരും ബിസിയാണ്. പക്ഷേ ഈ സമയത്ത് എല്ലാവരും എത്തുമെന്നുള്ള പേടിയുണ്ട്. കൃത്യസമയത്ത് ഏറെക്കുറെ ഞാനില്ലാതെ എല്ലാവരും ഏറെക്കുറെ കറക്റ്റ് സമയത്തിന് എത്തി. എനിക്കിന്ന് കാലത്ത് നീച്ചപ്പോൾ ഭയങ്കര തൊണ്ടവേദന ഉണ്ടായിരുന്നു. പക്ഷേ ഭക്ഷണം ചായ പോലും കഴിക്കാൻ വലിയ പ്രയാസമായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാവരെയും പ്രസൻസ് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ എൻ്റെ തൊണ്ടവേദന മാറി. പിന്നെ ആ തൊണ്ടവേദനയെ കുറിച്ച് ആലോചിക്കുമ്പോൾ മാത്രമേ എനിക്ക് തൊണ്ടവേദന ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് തൊണ്ടവേദന ഇല്ല. എന്തായാലും ഈ സെഷൻ നല്ല രീതിയിൽ അവസാനിക്കട്ടെ. കയറാണ്, അതായത് നമ്മളൊരു ലോഡ് ചെയ്ത ഒരു സാധനം കയറ്റി സേഫായിട്ട് കെട്ടിക്കൊടുക്കുക എന്നുള്ള ഇതോടെയാണ് ഒരു ലോഡിങ്ങുകാരൻ്റെ ഉത്തരവാദിത്തം അവിടെ കഴിയുന്നത്. പിന്നെ ഗോഡൗണിൻ്റെ ഒരു പാർട്ടിക്ക് സപ്ലൈ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഞാനിവിടെ റൂമിൽ ഒബ്ജക്റ്റായിട്ട് സെലക്ട് ചെയ്തത് ടിഷ്യൂ ആണ്. ടിഷ്യൂ സെലക്ട് ചെയ്യാൻ കാരണം ഞങ്ങൾക്ക് തൃശ്ശൂർ പാലക്കാട് ഏരിയയ്ക്ക് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഒരു പാർട്ടിക്ക് സാധനം കൊടുക്കുക പറഞ്ഞാൽ അത്രയും വൃത്തിയിൽ ക്ലീനിങ് ആയിട്ട് കറക്റ്റായിട്ട് കൊടുക്കുകയാണ്. ടിഷ്യൂ ഉപയോഗിക്കുന്ന ക്ലീനിങ്ങിനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് സെലക്ട്. ഞാൻ മാർക്കറ്റിങ്ങിനാണ് 14 വർഷത്തോളമായിട്ട് സദറിലുണ്ട്. ഞാൻ അവിടെ സെലക്ട് ചെയ്തപ്പോൾ ആക്വഫിന പറഞ്ഞ ആ വാട്ടർ ബോട്ടിലാണ്. ആ വാട്ടർ ബോട്ടിലൊരു സ്റ്റാൻഡേർഡാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാ സ്റ്റാൻഡേർഡ് ഹോട്ടലിൽ വരുമ്പോഴാണ് ആ ബോട്ടിൽ ഒരു പ്രസൻസ് കാണുക. ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും മിനറൽ വാട്ടറിൽ ഒരുപാട് കമ്പനീസ് ഉണ്ട്. പക്ഷേ അക്വഫന എന്ന ബോട്ടിൽ വെക്കുമ്പോൾ ആ ടേബിളിന് ഒരു സ്റ്റാൻഡേർഡ് വരും. അതേപോലെ ഒരു വ്യക്തി അവരൊരു വ്യക്തിത്വം കീപ്പ് ചെയ്യുമ്പോൾ നമ്മളിരിക്കുന്ന ചെയറും നമ്മൾ ചുറ്റുഭാഗത്തിരിക്കുന്ന ആൾക്കാർക്കും നമുക്കൊരു വില വരുന്നതാണ്. നമ്മളൊരു ബ്രാൻഡഡ് ആയിരിക്കണം. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജിതേഷ്. ഞാനൊരു 13 വർഷമായിട്ട് സദറിലുണ്ട്. ആദ്യത്തൊരു 6 വർഷം ഇവിടെ ചങ്ങനകുളത്തായിരുന്നു. അതിനുശേഷം എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് ഞാൻ സാറ് പറഞ്ഞ പ്രകാരം സെലക്ട് ചെയ്തുള്ള ഒബ്ജക്റ്റ് നമ്മുടെ വൈറ്റ് ബോർഡാണ്. പണ്ടത് ബ്ലാക്ക് ബോർഡായിരുന്നു, ഇപ്പോൾ വൈറ്റ് ബോർഡായി. അതും ഈ ബുക്കും രണ്ടും ഓൾമോസ്റ്റ് ഒരേ ഫങ്ഷനാണ് ചെയ്യുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ ഈ വൈറ്റ് ബോർഡ് നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. മീൻസ് നമ്മൾ അതിനകത്ത് എന്താണോ എഴുതുന്നത് അത് അറിയാമല്ലോ, നമുക്ക് എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആണ് നമ്മുടെ കുട്ടിക്കാലം മുതലേ. അത് ഇപ്പോൾ അതിനകത്ത് എഴുതുന്ന കാര്യങ്ങൾ നമ്മുടെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ, ഞാൻ എന്താണോ അതിനകത്ത് എഴുതുന്നത് ആ രീതിയിൽ നമ്മുടെ ചിന്തകളും കാര്യങ്ങളും. എൻ്റെ പേര് സന്ദീപ്. ഞാനിവിടെ എറണാകുളത്ത് ഡിപ്പോയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഡെസ്പാച്ചും സെയിൽസും എല്ലാം നോക്കാറുണ്ട്, അക്കൗണ്ട്സും നോക്കാറുണ്ട്. ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് ഫോണാണ്.
നമ്മുടെ ഉള്ള ഫോൺ. അതിപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് ഇപ്പോൾ സെയിൽസിനായാലും എന്ത് കാര്യത്തിനായാലും നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഇതാണ് ഇപ്പോൾ ഈ ഫോണ്. നമുക്ക് എന്ത് വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണമെങ്കിലും എല്ലാറ്റിനും നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഒബ്ജക്റ്റാണ് ഫോൺ. എറണാകുളത്താണ് വർക്ക് ചെയ്യണത്. ആലുവയിലാണ് വീട്. ഇപ്പോൾ സദ്യയുടെ ഭാഗമായിട്ട് 6 മാസമായിട്ടുള്ളൂ. ഞാനിവിടെ സെലക്ട് ചെയ്ത വിഷയം കുടയാണ്, അംബ്രല്ല. എല്ലാവർക്കും അറിയാം, നമുക്ക് മഴയത്തും വെയിലത്തും ഒരുപോലെ ഉപയോഗിക്കുന്ന ഐറ്റമാണ് കുട. അപ്പോൾ ഞാൻ കുട ജീവിതത്തിൽ അങ്ങനെ ഉപയോഗിക്കാത്തതാണ്. പക്ഷേ ഇന്ന് വൈഫ് രാവിലെ ഇറങ്ങിയപ്പോൾ കുട കൊണ്ടുപോയിക്കോ, അതിന് ആവശ്യം വരുമെന്ന് പറഞ്ഞപ്പോൾ ബസ്സിൽ ഇറങ്ങി ഇവിടെ വരെ വരാനായിട്ട് കുട സഹായിച്ചു. അപ്പോൾ എല്ലാവരും ഒരുപോലെ സഹായിക്കുന്ന ഐറ്റമാണ് കുട. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ സദനിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. 18 വർഷമായി. സാധനങ്ങൾ ഉത്തരവാദിത്തോടു കൂടി കൊണ്ടുപോവുക, കൊണ്ടുപോയി ഇറക്കി കൊടുക്കുക, പോരുക, മാത്രം. എൻ്റെ പേര് സതീഷ്. ഞാൻ സദൻ ഗ്രൂപ്പിൽ 16 കൊല്ലമായിട്ടുണ്ട്. സെയിൽസിലാണ്. എൻ്റെ വീട് ആൽത്ര പറഞ്ഞു, ഇവിടുന്ന് ഏകദേശം 12 കിലോമീറ്റർ ആൽത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ തിരഞ്ഞെടുത്ത ഒബ്ജക്റ്റ് പേനയാണ്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ 2 രൂപയുടെ പേനയായാലും 2 ലക്ഷം രൂപയുടെ പേന കൊണ്ട് എഴുതിയാലും എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്. അപ്പോൾ നമുക്കെപ്പോഴും അസൂയ തോന്നുന്ന ഒറ്റ ഘടകമുള്ളൂ. നന്നായിട്ട് എഴുതുന്നവരെ കണ്ടാൽ മാത്രമേ നമുക്ക് അസൂയ തോന്നാറുള്ളൂ. അതിന് ഏറ്റവും ഉദാഹരണമാണ് നമ്മൾ കൂടെ വർക്ക് ചെയ്യേണ്ട രഞ്ജിത്ത്. സാധാരണ ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആളാണ് രഞ്ജിത്ത്. ഞാൻ തിരഞ്ഞെടുത്തുള്ളത് 2 വീലറാണ്. ഞങ്ങൾ സദനിൽ പെട്ടെന്നൊരു കസ്റ്റമർക്ക് എന്തൊരു സാധനം ഡെലിവറി ചെയ്യാനോ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് 2 വീലർ. അതാണ് അത് സെലക്ട് ചെയ്തത്. എൻ്റെ പേര് സുലഭ. ഞാൻ പഴഞ്ഞിയിൽ നിന്നാണ് വരുന്നത്. സദനിൽ ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ വന്നിട്ട്. ഞാൻ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് പെന്നാണ്. നമുക്ക് എന്തെങ്കിലും അക്കൗണ്ട്സ് ആയതുകൊണ്ട് തന്നെ അവരോരോ കാര്യങ്ങൾ പറയുമ്പോൾ നോട്ട് ചെയ്യുക പെട്ടെന്ന് പെന്നുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പെന്ന് സെലക്ട് ചെയ്തു. ഞാൻ ഇവിടെ 1 വർഷം ആവാനായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. വീട് ഗോഡൗണിൻ്റെ തൊട്ട് പിന്നിൽ തന്നെയാണ്. ഞാൻ സെലക്ട് ചെയ്തുള്ള ഒബ്ജക്റ്റ് 2 വീലർ തന്നെയാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം, ഈ ഒരു ജോലിക്ക് വരാൻ ഏറ്റവും കൂടുതൽ ഉപയോഗമായിട്ടുള്ളൊരു സംഭവം ഈ 2 വീലർ തന്നെയാണ്. എൻ്റെ പേര് പ്രിയ. 14 വർഷമായിട്ട് സദനിലുണ്ട്. അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് എന്താ വെച്ചാൽ പെൻ തന്നെയാണ്. എന്ത് കാര്യമാണെങ്കിലും ഒരു റൈറ്റിംഗ് പാഡും പെന്നും എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അത് മുകളിൽ സെയിൽസിന് പോവുകയാണെങ്കിലും ആ പെന്ന് ഞാൻ കയ്യിൽ നിന്ന് വെക്കാറില്ല. ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഫോൺ ചെയ്യാൻ, ഒരു കസ്റ്റമർ ഫോൺ ചെയ്യുകയാണെങ്കിലും അതേപോലെ സുഖയ്ക്കും ജയിലിക്കും ഫോൺ ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും എഴുതി വയ്ക്കുക. ആ പെന്ന് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. അത് നോട്ട് പാഡിൽ എന്ത് എഴുതുകയാണെങ്കിലും എന്ത് പറയുകയാണെങ്കിലും അത് നോട്ട് ചെയ്യാറുണ്ട്. ഞാൻ സദനിൽ വർക്ക് ചെയ്തിട്ട് 5 വർഷത്തോളം ആകുന്നുണ്ട്. ഞാൻ സെലക്ട് ചെയ്ത ഓബ്ജക്റ്റ് അല്ല, ഒരു സ്മൈലാണ്. എനിക്ക് കോൺഫിഡൻറ്റ്, ഞാൻ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് കോൺഫിഡൻറ്റ് തരാം. ഞാൻ കസ്റ്റമറോട് നല്ല ഇൻറ്ററാക്റ്റ് ആവുകയാണെങ്കിൽ, സ്മൈൽ എത്തിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ കസ്റ്റമർ പോയിട്ട് വീണ്ടും തിരിച്ച് നമ്മുടെ ഷോപ്പിലേക്ക് വരാം. പെരുമാറ്റം നന്നാവണമെങ്കിൽ കസ്റ്റമർ വീണ്ടും തിരിച്ച് വരുള്ളൂ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് മാൻ പവർ കൂട്ടി നെക്സ്റ്റ് ലെവലിലേക്ക് സാധാരണ എന്നെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ അതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിക്കൽ അപ്പോയിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിലവിലുള്ള ആളുകൾക്ക് ആ ഡ്യൂട്ടി എന്ത് ചെയ്യണം, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി അതിൽ ട്രെയിനിങ് കിട്ടാത്ത ആളുകളാണെങ്കിൽ അതിന് വേണ്ട ട്രെയിനിങ് എന്ന് സോഷ്യൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് യു ഗെറ്റ് എ ബേസിക് ട്രെയിനിങ് ഫോർ ദാറ്റ്. സോ ദീസ് ആർ ദ സം ഓഫ് ദ ടെക്നിക്. അപ്പം ഇതാണ് ഒരു സെയിൽസിലേക്ക്. അപ്പം ഇത് കൂടാതെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇത് കൂടാതെ തന്നെ നമ്മൾ നിലവിലുള്ളത് മാറ്റേണ്ടതുണ്ടാവും. അപ്പം അതൊക്കെ ഒരു ഡിസ്കഷനിൽ വരുമ്പോഴാണ് നമുക്ക് കൂടുതലൊരു പോയിന്റിലേക്ക് വരുള്ളൂ. സോ നൗ യു സ്റ്റാൻഡ് അപ്പ് എവരിബഡി. എല്ലാവരും ഒന്ന് എണീച്ച് നിൽക്കുക. നമുക്ക് ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാം. ഒന്നുകൂടെ അങ്ങനെ 4 ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ലൈനായിട്ടൊന്ന് നിൽക്കുക. ജസ്റ്റ് ചെയർ ഒരു ഭാഗത്തേക്ക് ഒന്ന് മാറ്റിയിടുക. നമുക്ക് കുറച്ച് സ്പേസ് വേണം അവിടെ. നിങ്ങളടക്കം 5 പേര്. ഓക്കെ, പിന്നെ നോക്കുക എത്ര പേരാണ് ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ എത്ര മിഠായി വേണോ? അപ്പോൾ 4 പേർക്ക് ഇങ്ങനെ 5 മിഠായി. അപ്പോൾ അത് ഓക്കെ, യെസ്. എത്ര പേരാ എവിടെ? 1 2 3 4 5. ഓക്കെ, 5 2 3 ഓക്കെ ഓക്കെ യെസ്. അല്ല, ഇനി തരില്ല. ഓഫർ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യരുത്. ഓക്കെ, യെസ്. ഹലോ. അപ്പോൾ ഇനി നമ്മൾ ഇത് ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പോൾ ഇതിൽ ഈ ഗ്രൂപ്പിലുള്ള ഒരാൾ എല്ലാവരും ഒരേ സമയത്താണ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് എ കോമ്പറ്റീഷൻ.
ഒരു മത്സരം പോലെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള ഒരാൾ അവിടെ പോയിട്ട് ഒരു മുട്ടായി, നാസർ ഭായി വന്നാൽ ഒരു മുട്ടായി കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഞാനാണ് വരുന്നത്, ഒരു മുട്ടായി എനിക്ക് തരാം. ഓക്കെ, എന്നിട്ട് പോയിട്ട് ഞാൻ ഈ മുട്ടായി എന്ത് ചെയ്യണം, അടുത്തുള്ള ആൾക്ക് കൊടുക്കണം, എന്നിട്ട് ആളുടെ കൈ പിടിക്കണം. ഓക്കെ, എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരാണ് എന്ത് ചെയ്യേണ്ടത്, ഓടേണ്ടത്. യെസ്, മിഠായി വാങ്ങിക്കുന്നു, ഓടി വരുന്നു, അടുത്ത ആൾക്ക് കൊടുക്കുന്നു. ഓക്കെ, 3 ആളാണ് ഓടുന്നത്. അപ്പോൾ ആരുടെ കയ്യിലാണ് ഏത് കയ്യിലാണ് അല്ല ഒരു മുട്ടായി കയ്യിലില്ല നിങ്ങളെ. അപ്പോൾ ഞാനാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ യെസ്. അപ്പോൾ കൈ വിടാൻ പാടില്ല കേട്ടാ. ഈ ഒരു പ്രോസസ്സ് മനസ്സിലായോ? ഈ ഫസ്റ്റ് ഒരാളാണ് ഒറ്റയ്ക്ക് പോകുന്നത്, രണ്ടാമത് ഒരാളും കൂടി കൂടെ ഉണ്ടാവും. പക്ഷേ ഒരാളുടെ കയ്യിലൊരു മിഠായി ഉണ്ടാവും, ഒരാളുടെ കൈയും പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ മുന്നിലുള്ള ആളടുത്ത് മാത്രമാണ് ഒരു കൈ ഒഴിവുണ്ടാവുള്ളൂ. അയാളാണ് ഈ മിഠായി വാങ്ങിച്ചെന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ പോകേണ്ടത്. അങ്ങനെ ഈ ടീമായിട്ട് ആരാണ് ആദ്യം ആ ഒരു ലൈന് ക്ലിയർ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാലഞ്ച് വരുന്നത്. ഇതൊരു ടാസ്ക്കാണ്. സോ ലെറ്റ്സ് സീ. അല്ല ഇതെവിടെ മിഠായി ഉണ്ടാ? ഓക്കെ, അപ്പോ ഇത് ഏത് ഗ്രൂപ്പാണ് ആദ്യം ജയിച്ചത്? ഏതാണ്? ഏതാ? ഈ ഗ്രൂപ്പ് കറക്റ്റ് പൊസിഷനിങ് ആയിരുന്നു അല്ലേ? ആദ്യം വാങ്ങിക്കുന്ന ആളാണ് എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യേണ്ടത്, ഷെയർ ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, റെഡി? ലാസ്റ്റ് ചാൻസ്, സ്റ്റാർട്ട്. ഏതാ ഗ്രൂപ്പ്? നിങ്ങൾ തന്നെ ചോദിച്ചു അല്ലേ? നല്ലൊരു കൈയ്യടി കൊടുക്കട്ടെ, നല്ലൊരു കൈയ്യടി കൊടുക്കാം. റൈറ്റ്. ഇവർ പറഞ്ഞു, ആരാ പറഞ്ഞത് 5 പേരുണ്ടായിൽ നിന്ന്? ആ ഗ്രൂപ്പില് 5 പേരുള്ളതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അതാണോ റീസൺ? ആളുകളുടെ എണ്ണത്തിലല്ല പ്രസക്തി, എന്തിലാണ്? നമ്മുടെ ആക്ഷനിലാണ്, ടീമിനാണ് പ്രസക്തി. പക്ഷെ ദാറ്റ്സ് നോട്ട് അത് ക്വസ്റ്റ്യൻ മോശമെന്നല്ല കേട്ടോ പറയുന്നത്, ബട്ട് ദാറ്റ് ഈസ് ആൾസോ ഗുഡ്. അതുകൊണ്ട് എന്ത് പറ്റി, നമുക്കൊരു പുതിയൊരു ലേണിംഗ് കൂടി കിട്ടി. സോ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരാൾ വിചാരിച്ചാൽ കൃത്യമായിട്ടല്ലോ നടക്കൂല. കൃത്യമായിട്ട് ഇവിടെ ആകെ ഒരു 8 കാലി വല കെട്ടിയ പോലെയായിരുന്നു ഇവിടുത്തെ ഒരു അവസ്ഥ. ആകെ ചുറ്റിപ്പെടുകയായിരുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. കാരണം എങ്ങനെ അത് പെട്ടെന്ന് അച്ചീവ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ പ്ലാനോട് പോയ ടീമായിരിക്കും ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടാവുക, നിങ്ങൾക്കൊരു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ വേണമെന്നുള്ളത്. അല്ലെങ്കിൽ ആ ടീം അതിനനുസരിച്ച് എന്ത് ചെയ്തു, ചില ടീം എങ്ങനെ കൂട്ടിയാലും എന്ത് ചെയ്യില്ല, കൂടൂല. കാരണം അവരിങ്ങനെ തെറിച്ചു പോകാനേ നോക്കുള്ളൂ. സോ ലെറ്റ്സ് സീ. ഇപ്പം സെയിൽസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, ഈ ഒരു ചെയിൻ എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ആയാൽ മൊത്തം എന്ത് ചെയ്യും, പാളിച്ചകൾ വരും. അപ്പോൾ ഈ ചെയിൻ ബ്രേക്ക് ആവാതിരിക്കാൻ നമുക്ക് എങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലേൺ ചെയ്യേണ്ടത്. നൗ ഈ സെയിം ഗ്രൂപ്പ് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ സർക്കിളായിട്ടൊന്ന് നിൽക്കുക, എല്ലാവരും സർക്കിളായിട്ട് നിൽക്കുക. കൺഫ്യൂഷൻ ആയി അല്ലേ? ഓക്കെ, അപ്പൊ ഒരു കൺഫ്യൂഷൻ വരാണ്ട ഒരു റീസൺ, വാട്ട് ഇസ് ദ റീസൺ? ഞാൻ മിഠായി കൊടുത്തിട്ട് അച്ഛനക്ക് കൊടുത്തിട്ട് അച്ഛനെ ജിതേഷ് അച്ഛന്റെ കൈയായിരുന്നു വിൽക്കുന്നത്. പക്ഷെ ജിതേഷ് വന്ന് കൈ മാറി പിടിച്ചല്ലേ? ഓരോരുത്തർ എടുക്കേണ്ട പണി എടുത്തില്ല, എടുക്കാത്ത പണിയിലേക്ക് എന്ത് ചെയ്തു, പോയി. യെസ്. അപ്പൊ അവനവന് ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ കൺഫ്യൂഷൻ വരും അല്ലേ? വെരി ഗുഡ്. കൺഫ്യൂഷൻ ആയി. കൺഫ്യൂഷൻ ആവും കാരണം എന്താ, മുട്ടായി പെട്ടെന്ന് കിട്ടുന്നുള്ള ആർത്തിയായിരുന്നോ, അതല്ലെങ്കിൽ ജയിക്കണം എന്നുള്ളൊരു ചില ആളുകൾ അങ്ങനെയാണ്, എന്ത് കിട്ടിയാലും വാങ്ങിക്കൂലേ അങ്ങനെ. ഓക്കെ, ഒരാഗ്രഹം ഇല്ലാത്ത ആളുകളാവും അല്ലേ? അത് ശരി, പാരന്റിങ്ങിന്റെ ഒരു പ്രശ്നമാണ് അത്. പേരൻസ് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ആരൊന്നും മിഠായി വാങ്ങി. ഓക്കെ. പ്രൊഡക്റ്റ് നോളജ് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്രൊഡക്റ്റ് നോളജിലുള്ള ഒരു ഗ്യാപ്പ്, അതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, കണ്ടു. എന്താ സൊല്യൂഷൻ? വാട്ട് ഈസ് ദ സൊല്യൂഷൻ? സൊല്യൂഷൻ എന്താണ്? അപ്പോൾ ആ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് ഞാനത് സജസ്റ്റ് ചെയ്തു. ഡിസിഷൻ എവിടെ നിന്നാണ് വരേണ്ടത്? മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നാണ്. അപ്പോൾ മാനേജ്മെൻറ്റാണ് അത് എന്ത് ചെയ്യേണ്ടത്. ഫൈനലി പറഞ്ഞാൽ മതി എന്താണ് തീരുമാനം എടുത്ത്, എന്താണ് അതിനൊരു സൊല്യൂഷൻ എന്താണെന്നുള്ളത് പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ സജഷൻ മാത്രമാണ് പറയുന്നത്. പിന്നെ ബഡ്ജറ്റിൽ വരുന്ന മിസ്മാച്ച് അല്ലേ?
അതൊരു ചാലഞ്ച് അല്ലേ? എന്താണ് ബഡ്ജറ്റ് മിസ്മാച്ച് എന്ന് പറഞ്ഞാൽ? തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരു ചാലഞ്ചാണ്. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ സൊല്യൂഷൻ കാണണം? വി ഷുഡ് ലേൺ. അതായത് നമ്മൾ ഇതൊരു ഈസി പ്രോസസ്സ് അല്ല, ശരിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിനെ ആ ഒരു സീരിയസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് കണ്ട് നോട്ട് ചെയ്ത് ഓരോന്നായിട്ട് പോകണം. പിന്നെ പോസ്റ്റ് സെയിലായിട്ടുള്ള ഡിസപ്പോയിൻമെൻറ്റ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സാധനം കൊണ്ടേ പക്ഷെ കസ്റ്റമർ എന്താണ്? നിരാശരാണ്. അതൊരു ചാലഞ്ചാണ്. അവർക്ക് ഉദ്ദേശിച്ച സമയത്ത് മെയിൻ്റനൻസ് നടക്കുന്നില്ല, ഒരു ചാലഞ്ചാണ്. തീർച്ചയായിട്ടും അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷന് കണ്ടെത്തി അതിനെന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു സംഭവം വരുന്നത്. ഓക്കെ, ക്യാൻ യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ് എവരിബഡി? സോ വാട്ട്സ് യുവർ ഫീലിംഗ്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ജസ്റ്റ് ഒരു സെൻറ്റൻസ്, ഒരു വാക്ക് ഒന്ന് പറയാം. സോ then after let's wind up this session, then we will go for the next session. ഏതാണ്? ലഞ്ച്. അത് വളരെ ആസ്വദിച്ച് കഴിക്കണം എല്ലാവരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒന്ന് കൃത്യമായിട്ട് പറയാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ലഞ്ച് സെഷനിലേക്ക് പോവാം. അപ്പോൾ ആരാണ് ആദ്യം? മൈക്ക് വേണമെന്നില്ല, ജസ്റ്റ് യു ക്യാൻ. ഉന്മേഷം വന്നിട്ടുണ്ടാവും ഇപ്പോൾ എല്ലാവർക്കും. ഒരു ഉണങ്ങി കിടക്കുന്നില്ല, കുറച്ച് മാസങ്ങളായിട്ട് ഒരു ക്ലാസ്സും കാര്യങ്ങളും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം എല്ലാവർക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും മുഖത്തും ഈ ഒരു സെഷൻ സെയിൽസും ചാലഞ്ചസും ഒക്കെ വന്നപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി തോന്നുന്നുണ്ടാവും. മനസ്സിലാക്കി എല്ലാവരും മൂന്ന് കാലം പുഞ്ചിരി കാണാണ്ട് നല്ലത് വരട്ടെ. ഓക്കെ. അപ്പോൾ ഫീൽ എന്താണ്? ഈ ഡിസ്കഷനിലൊക്കെ ഇരുന്ന് ഈ ഒരു പ്രോസസ്സിലൂടെ ഒക്കെ പോയപ്പോൾ ഒരു ഫീലിംഗ് എന്താണ്? പോസിറ്റീവ് എനർജി കിട്ടി. പോസിറ്റീവ് എനർജി. ഓക്കെ, ഗുഡ്. ഒരു 9:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമാണ്. ഇപ്പോൾ ഒരു ഏകദേശം 1:30 കഴിഞ്ഞിട്ടുണ്ട്. ഇത്തിരി നേരം കൊണ്ട് നമുക്ക് വളരെ എനർജറ്റിക്കായിട്ട് കുറേ കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു. നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. സാറ് പറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. നമ്മൾ ഗ്രൂപ്പായിട്ട് ഇരുന്നു കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അതിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി.